ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 13-ാം സങ്കീർത്തനം 6-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. നമ്മുടെ ജീവിതത്തിൽ പുറകോട്ടം തിരിഞ്ഞു നോക്കുക. നമുക്ക് സന്തോഷം പകരുന്ന പല കാര്യങ്ങളുണ്ട്, ദുഃഖം പകരുന്ന പല കാര്യങ്ങളുണ്ട്. ദുഃഖമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളും നന്മയാണ്. ദൈവം നന്മ ചെയ്യുകയാണ്. നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ദൈവം ചെയ്തിരിക്കുന്ന നന്മയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ അനുഭവം എന്താണ്? നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തു സഹിച്ച വേദനയിൽ അല്പം പങ്കുചേരുവാൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി എന്തുമാത്രം വേദന സഹിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനായി തൻ ജീവനെ വെടിഞ്ഞു, രക്തം ചീന്തി, കാൽവറി ക്രൂശിൽ മരിച്ചു. നമുക്ക് വാഗ്ദാനങ്ങൾ നൽകി. അവന്റെ വാഗ്ദാന പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും വരുമെന്ന വാഗ്ദാനവും നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം നന്മയ്ക്കായി, വേദനകളും ഭാരങ്ങളും പ്രതിസന്ധികളും എല്ലാം നന്മയ്ക്കായി, ആത്യന്തികമായി നന്മയ്ക്കായി തീരും. നാം അത് വിശ്വസിക്കണം, നമ്മുടെ അനുഭവമാകണം. യഹോവ എനിക്ക് നന്മ ഇരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പാട്ടായി തീരണം. നമ്മുടെ ജീവിതം ഒരു സങ്കീർത്തനമാകണം. വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം സങ്കീർത്തനമാകണം, പാട്ടാകണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഈ ഭൂമിയെ അൾത്താരയായി നാം കാണണം. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ രക്ഷണ്യ വേദിയായി നാം കാണണം. നാം എല്ലാവരും എപ്പോഴും ദൈവത്തിന് പാട്ടുപാടണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന് നന്ദി അർപ്പിക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില പാട്ടുകൾ നിങ്ങളുടെ ധ്യാനത്തിനായി സമർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 6 പാട്ടുകൾ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, പഠിക്കാം. ബൈബിൾ കൂടി നാം ദൈവശബ്ദം കേൾക്കുകയാണ്. ബൈബിളിൽ പദ്യകൃതികളും ഗദ്യകൃതികളുമുണ്ട്. അന്നത്തെ സാഹിത്യ നിയമങ്ങൾ അനുസരിച്ച് എഴുതപ്പെട്ട കാവ്യങ്ങളെയാണ് പദ്യകൃതികൾ എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ പദ്യകൃതികൾ എന്തൊക്കെയാണ്? യോബിന്റെ പുസ്തകം ഒരു പദ്യമാണ്, കാവ്യമാണ്. സങ്കീർത്തനങ്ങൾ പാട്ടുകളാണ്. സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ, ഇതൊക്കെ പഴയ നിയമത്തിലെ പദ്യകൃതികളാണ്. എന്നാൽ ഇവയ്ക്ക് മുൻപ് എഴുതപ്പെട്ട കൊച്ചു കൊച്ചു പാട്ടുകൾ പഴയ നിയമത്തിലുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ പ്രാചീന നാടോടിപ്പാട്ടുകൾ
പുള്ളുവൻ പാട്ടുകൾ, തോറ്റം പാട്ടുകൾ, മാർഗംകളി പാട്ടുകൾ മനുഷ്യന്റെ വിചാരവികാരങ്ങളുടെ പ്രതിസ്പന്ദനമാണ്. അതുപോലെ ഇസ്രയേൽ, അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ പൂർവികരുടെ ചരിത്രം പാട്ടുകൾ, കടങ്കഥകൾ, പഴഞ്ചൊല്ലുകൾ എന്നിവയിൽ കൂടി സ്മരിച്ചു പോന്നു. കൃഷിക്കാർ തൊഴിൽ സമയത്ത് സമൂഹ ഗാനങ്ങൾ പാടിയിരുന്നതായി നമുക്കറിയാമല്ലോ. ഇന്നത്തെ തലമുറയ്ക്ക് വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നതാണ് ബൈബിളിലെ ഈ പാട്ടുകൾ, കൊച്ചു കൊച്ചു പാട്ടുകൾ. ഒന്നാമത് നാം കാണുന്നുണ്ട് ലാമേക്കിന്റെ പാട്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ലാമേക്കിന്റെ പാട്ട് നാം കാണും. ആദയും സില്ലയുമായുള്ളോരെ, എൻ്റെ വാക്കു കേൾപ്പീൻ. ലാമേക്കിൻ ഭാര്യമാരെ, എൻ്റെ വചനത്തിന് ചെവി തരുവീൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആരായിരുന്നു ലാമേക്ക്? കായിൻ്റെ 5-ാം തലമുറക്കാരനാണ് ലാമേക്ക്. ആ തലമുറ ഇപ്രകാരമാണ്: കായീൻ, ഹാനോക്ക്, ഈരാദ്, മെഹൂയേൽ, മെഥൂശയേൽ, ലാമേക്ക്. ലാമേക്ക് തൻ്റെ ഭാര്യമാരായ ആദായും സില്ലായും പാടിക്കേൾപ്പിച്ച പാട്ടാണിത്. നിയന്ത്രണമില്ലാത്ത കിരാത സംസ്കാരത്തിൻ്റെ പ്രതികാര ബുദ്ധിയാണ് ഈ പാട്ടിൽ കാണുന്നത്. ഈ പാട്ടിൻ്റെ സന്ദേശം എന്താണ്? കിരാത സംസ്കാരം ഉപേക്ഷിക്കുക. നാം ചില സംസ്കാരങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്കും എനിക്കും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനുണ്ട്, വെട്ടിക്കളയേണ്ടതായിട്ടുണ്ട്. വാക്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കണം. നമുക്ക് വകതിരിവുണ്ടാകും, തിരിച്ചറിവുണ്ടാകും. ഓരോ നിമിഷവും തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളാകും. ചില സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുകയും ചില സ്വഭാവങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രൂപാന്തരാനുഭവം നമുക്കുണ്ടാകണം. എന്താണ് ഈ കിരാത സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ? 3 കാര്യങ്ങൾ. 1, നിയന്ത്രണമില്ലായ്മ. 2, പ്രതികാര ബുദ്ധി. 3, അഹങ്കാരത്തിൻ്റെ അഭ്യാസങ്ങൾ. കിരാത സംസ്കാരമാണ്, നമ്മിലുള്ള മൃഗീയതയാണ്. മനുഷ്യൻ വെറും മൃഗമല്ല, അവന് സ്വാതന്ത്ര്യമുണ്ട്. നന്മതിന്മകളെ തിരിച്ചറിയുവാനും നന്മ തെരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രശ്നം മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. We have to check the misuse of knowledge. We have to check the misuse of power. We have to check the misuse of time, energy. സമയത്തിൻ്റെ, ധനത്തിൻ്റെ, കഴിവിൻ്റെ ദുരുപയോഗം തടയണം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരടിസ്ഥാന പ്രമാണമാണ് ചില കാര്യങ്ങൾ അറിയണം. പ്രകൃതിയുടെ നിയമങ്ങൾ അറിയണം. അറിഞ്ഞ കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തണം.
സമൂഹത്തിന് നന്മയ്ക്കായിട്ട് അറിഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അറിവിൻ്റെ ദുരുപയോഗം തടയണം. സമയത്തിൻ്റെയും കഴിവിൻ്റെയും ദുരുപയോഗം തടയണം. നമ്മിലുള്ള മൃഗീയത അരിച്ചില്ലാതാക്കണം. നമ്മളെല്ലാവരിലുമുണ്ട് കുറേ മൃഗീയത, കിരാത സംസ്കാരം. എന്തെല്ലാം ക്രൂര സംഭവങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുന്നത്. സ്ത്രീത്വത്തിനെതിരെ അതിക്രമങ്ങൾ, പലതരം വാണിഭങ്ങളുടെ കഥകൾ, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ മുകളിലാണ്. ക്രിമിനൽ സംസ്കാരങ്ങൾ, വർഗവർണ്ണ വ്യത്യാസങ്ങൾ, അറിവ് കുറഞ്ഞവർക്കെതിരെ ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും ശക്തികൾ, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉത്തരവാദിത്വ ബോധമില്ലാതെ ഉപയോഗിക്കുന്നു. വിവേകമില്ലാതെ, ഉത്തരവാദിത്വ ബോധമില്ലാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ നാശമാണ് ഫലം. വിവേകമുള്ള സമൂഹത്തിന് വേണ്ടിയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ. അത് ദുരുപയോഗപ്പെടുത്തരുത്. വികാരത്തെക്കാൾ വിവേകത്തിന് പ്രാധാന്യം കൊടുക്കണം. ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണം. വികാരത്തെ വിവേകം കൊണ്ട് പൊതിയണം. കിരാത സംസ്കാരത്തിനെതിരെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം ആവശ്യമാണ്. മനുഷ്യന് പ്രകൃതി സഹജമായ ചില ചിട്ടപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഞാൻ താമസിക്കുന്ന മാവേലിക്കരയിൽ കുറെ നാൾ മുമ്പ് നടന്ന 2 സംഭവങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഒരു ആനയ്ക്ക് മദമിളകി റോഡിലൂടെ ഓടുകയാണ്. ഓട്ടോറിക്ഷയൊക്കെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയാണ്. ജനങ്ങൾ ഭയന്ന് നാലുപാട് ഓടുകയാണ്. മദമിളകിയ ആന. ജനങ്ങളാകെ ഭയന്നു പോയി. ഇതുപോലെയാണ് ചില മനുഷ്യർ. മദമിളകും. സംസാരിക്കുന്ന എന്തെന്നറിയാൻ പാടില്ല. നമ്മൾ കോപിക്കുമ്പോൾ വിവേകം കുറയും. ഒരു ഭക്തൻ പറയുന്നത്, ന്യായമായ കാരണങ്ങളാലോ അന്യായമായ കാരണങ്ങളാലോ അമിത കോപം പാടില്ല. ന്യായമായ കാരണങ്ങളായിരിക്കാം, അന്യായമായ കാരണങ്ങളായിരിക്കാം. കോപിക്കരുത്. ബൈബിൾ പരാമർശിക്കുന്നല്ലോ, കോപിക്കേണ്ടി വന്നാലും നീ പാപം ചെയ്യരുത്. മതമിളകിയ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. നമ്മിൽ പലരും അതുപോലെയാണ്. മതമിളകിയ ആനയെ പോലെയാണ്. ക്രൂര സ്വഭാവങ്ങളാണ്. നമ്മിലുള്ള ക്രൂരത ചിലപ്പോഴൊക്കെ പുറത്തു വരും. മതമിളകിയ ആന. മറ്റൊരു സംഭവത്തെ കുറിച്ച് പറയാം. ഒരു ചെറിയ വീട്ടിൽ ഒരു ദിവസം ഒരു പൂച്ചക്കുട്ടി വന്നു കയറി. ആ വീട്ടിലൊരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ പൂച്ചക്കുട്ടിയെ ഈ കുട്ടി ബാലിക ലാളിച്ചു. ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു. അങ്ങനെ ക്രമേണ ആ പൂച്ചക്കുട്ടി ആ ഭവനത്തിൽ ഒരു അംഗമായി തീർന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഈ പൂച്ചക്കുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലൊരു മാന്തു കൊടുത്തു. ചെറുതായിട്ടൊന്ന് കടിച്ചു. അവളത്ര കാര്യമാക്കിയില്ല. ഓ സാരമില്ല, അല്പം വേദനിച്ചെങ്കിലും സാരമില്ല എന്ന് കരുതി. കുറെ ദിവസം കൂടെ കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് പേയുടെ ലക്ഷണങ്ങളായി. വായിക്കൂടെ നുരയും പതയും പോകെ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി. ഏതാനും ദിവസങ്ങൾക്കകം ആ പെൺകുട്ടി മരിച്ചു.
ആ വീട്ടിൽ വന്നു കയറിയ പൂച്ചക്കുട്ടി പേ ബാധിച്ച പൂച്ചക്കുട്ടിയായിരുന്നു. പേ ബാധിച്ച മനുഷ്യരുടെ സഹവാസം മൂലം ചിലർക്ക് പേ ഇളകും. ദുസ്വഭാവങ്ങളിലും മ്ലേച്ഛതയിലും ഒക്കെ ജീവിക്കുന്ന ചില മനുഷ്യരുടെ സഹവാസം മൂലം നമ്മിലും അതൊക്കെ ബാധിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ വേണം, നല്ല ഫെലോഷിപ്പ് വേണം, നല്ല കൂട്ടായ്മകൾ വേണം. ദുസ്വഭാവങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. കുഞ്ഞുങ്ങളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും. ചില കൂട്ടുകെട്ടുകൾ നമ്മെ നശിപ്പിക്കും. പ്രിക്കോഷൻ വേണം, മുൻകരുതൽ വേണം. ചില കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങൾ ഏർപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. ചില ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വരാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മളെല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റന്റ് പ്ലഷറാണ്. ഇൻസ്റ്റന്റ് പ്ലഷർ, ഉടനെ കിട്ടുന്ന സുഖം. ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എവർലാസ്റ്റിംഗ് പ്ലഷർ, നിത്യതയുടെ സുഖം, സന്തോഷം, ആനന്ദം, നിത്യജീവന്റെ ആനന്ദം. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് ചെയ്യാതിരിക്കുന്നവര്, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവര് ഭവിഷ്യത്തിനെ കുറിച്ച് ഓർക്കണം. ചില വാക്കുകൾ വന്നുപോയാൽ പിന്മാറോ, പിന്തിരിക്കാനൊക്കുവോ, തിരിച്ചെടുക്കാനൊക്കുവോ? ചില വാക്കുകൾ മൂലം എത്ര കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. ചില പ്രലോഭനങ്ങൾ അകപ്പെടുന്നത് മൂലം എത്ര കുടുംബങ്ങൾ തകരുന്നു. വി നീഡ് പ്രോപ്പർ കൺട്രോൾ ആൻഡ് ഗൈഡൻസ്. ശരിയായ നിയന്ത്രണം ആവശ്യമാണ്, ശരിയായ നിയോഗം ആവശ്യമാണ്. അതിന് ദൈവവചനം നമ്മെ സഹായിക്കും. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഇസ്രയേലിനെ വഴി കാണിച്ചതുപോലെ ദൈവവചനം ശരിയായ പാത നമ്മെ കാട്ടിത്തരും. നാം പോകേണ്ട വഴി നമ്മെ കാട്ടിത്തരും. അതുകൊണ്ട് കിരാത സംസ്കാരം ഉപേക്ഷിക്കണം. നമ്മുടെ ശരിയായ ആരോഗ്യ പാലനം. പ്രായം കൂടുന്തോറും ആരോഗ്യം കുറയുമല്ലോ. എന്നാൽ പ്രായം കൂടിയാലും ആരോഗ്യമുള്ള വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന് ആധ്യാത്മിക അടിത്തറ വേണം. പേഴ്സണൽ ഇന്റഗ്രിറ്റി, ആരോഗ്യമുള്ള വ്യക്തിത്വം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെപ്പോലെ തന്നെ ദൈവാരാധനയും തപസ്സും നോമ്പും ഉപവാസവും ആത്മീയ നിഷ്ഠകളുമൊക്കെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമാണ്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ശരിയായ ആരോഗ്യ പാലനത്തിന് ആത്മീകമായ ശിക്ഷണങ്ങൾ ആവശ്യമാണ്. വി നീഡ് എ ഡിസിപ്ലിൻഡ് ലൈഫ്. അനുസരണമുള്ള, അച്ചടക്കമുള്ള, ആത്മനിയന്ത്രണമുള്ള ജീവിതം ആവശ്യമാണ്. ശരീരം, മനസ്സ്, ആത്മാവ് ഇവയുടെ ശരിയായ ബാലൻസ് കാത്തു സൂക്ഷിക്കണം. ആത്മീയ നിഷ്ഠകൾ വഴി മെരുക്കിയെടുക്കണം. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മെരുക്കിയെടുക്കണം. കിരാത സംസ്കാരം ഉപേക്ഷിക്കണം. സ്നേഹത്തിന്റെ സംസ്കാരം സ്വീകരിക്കണം. അതിന് പഞ്ചേന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം വേണം, ആത്മനിയന്ത്രണം വേണം. അതിനാൽ ലാമേക്കിന്റെ പാട്ടിന്റെ സന്ദേശം ഇതാണ്: പ്രിയപ്പെട്ടവരെ, കിരാത സംസ്കാരം ഉപേക്ഷിക്കുക. കിരാത സംസ്കാരത്തിന്റെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിയന്ത്രണമില്ലായ്മ, പ്രതികാര ബുദ്ധി, അഹങ്കാരത്തിന്റെ അഭ്യാസങ്ങൾ. പ്രതികാരം ദൈവത്തിനുള്ളതാണ്.
നാം ആരോടും പ്രതികാരം കാണിക്കേണ്ട കാര്യമില്ല. ക്രിസ്തീയ സ്നേഹം സ്നേഹിക്കാൻ ഒക്കാത്തതിനെയും സ്നേഹിക്കലാണ്. ക്രിസ്ത്യൻ ലവ് ഈസ് ലവിങ് ദി അൺലവബിൾ. സ്നേഹിക്കാൻ ഒക്കാത്തതിനെയും സ്നേഹിക്കലാണ്, ശത്രുക്കളെയും സ്നേഹിക്കലാണ്, നമ്മെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കലാണ്, നമ്മെ ചീത്ത പറയുന്നവരെയും സ്നേഹിക്കലാണ്. നമ്മളുള്ള എല്ലാ കിരാത സംസ്കാരത്തിന്റെ അംശങ്ങളും നമ്മൾ ഉപേക്ഷിക്കാം. ബൈബിളിലെ 2ാമത്തെ പാട്ടിലേക്ക് കടക്കുകയാണ്. പഴയ നിയമത്തിൽ മറ്റൊരു പാട്ട് നാം കാണുന്നു, മിര്യാമിന്റെ പാട്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 21-ാം വാക്യം. മിര്യാമിന്റെ പാട്ട്. യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. മിര്യാമിന്റെ പാട്ടാണ്. യുദ്ധവിജയങ്ങളെ പാട്ടോടും നൃത്തത്തോടും കൂടെ സ്ത്രീകൾ കൊണ്ടാടുന്ന പതിവ് സെമിറ്റിക് വർഗക്കാരുടെയിൽ ഉണ്ടായിരുന്നു. ഇസ്രയേലിലൊക്കെ സെമിറ്റിക് വർഗക്കാരാണ്. ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം പാടിയ പാട്ടാണിത്. യഹോവയ്ക്ക് പാട്ട് പാടുകയും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ രക്ഷിക്കാൻ ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മുടെ അനുഗ്രഹത്തിനായി ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വലത് കൈകൊണ്ട് ചിലപ്പോൾ ചില അടിയൊക്കെ അവൻ തരും, ഇടത് കൈകൊണ്ട് താങ്ങുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇടത് കൈകൊണ്ട് താങ്ങും ദൈവം തമ്പുരാൻ. നമ്മെ രൂപപ്പെടുത്തുവാൻ, പരുവപ്പെടുത്തുവാൻ ചില അടികളൊക്കെ തരികയും ചെയ്യും. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ശിക്ഷകൾ, ശിക്ഷണങ്ങൾ, ശരിയായ ശിക്ഷണം നമുക്ക് ആവശ്യമാണ്. ആരായിരുന്നു മിര്യാം? മോശയുടെ സഹോദരിയാണ്. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 59-ാം വാക്യം. അവൾ, അതായത് യോഖേബേദ്, അമ്രാമിന് അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിര്യാമിനെയും പ്രസവിച്ചു. മോശയുടെ, അഹ്റോന്റെ, മിര്യാമിന്റെ അപ്പന്റെ അമ്മയുടെയും പേരാണ് ഇവിടെ പറയുന്നത്. അമ്മ യോഖേബേദ്, അപ്പൻ അമ്രാം. ചെങ്കടൽ കടന്നപ്പോൾ മിര്യാം പാടിയ പാട്ടാണിത്. എന്താണ് അതിന്റെ സന്ദേശം? ദൈവത്തിൻ്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടുക. ദൈവത്തിൻ്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടുക. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ അത്ഭുത വീണ്ടെടുപ്പിനെ പ്രകീർത്തിക്കുന്നതാകണം. എന്താണ് മിര്യാമിന്റെ ചരിത്രം? മോശയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി അവനെ ഞാങ്ങണപ്പെട്ടകത്തിൽ നദിയിൽ വെച്ചപ്പോൾ മിര്യാം ദൂരത്ത് നോക്കിക്കൊണ്ടിരുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഈ ഞാങ്ങണപ്പെട്ടകത്തിന് എന്ത് സംഭവിക്കും? അതിൽ കിടക്കുന്ന മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കും? നാം ജാഗ്രതയോടെ നോക്കണം, സൂക്ഷ്മതയുള്ളവരാകണം. ഈ പ്രകൃതിയെക്കുറിച്ചും ജാഗ്രതയുള്ളവരാണ്. ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും? പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാകണം. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ലോകമുണ്ട്, മാറ്ററുണ്ട്, പദാർത്ഥമുണ്ട്. കാണപ്പെടുന്ന പദാർത്ഥവുമുണ്ട്, കാണപ്പെടാത്ത പദാർത്ഥവുമുണ്ട്. ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, തമോ ഊർജം.
തമോ ദ്രവ്യം, തമോ ഗർത്തം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയും, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. പദാർത്ഥത്തിൽ തന്നെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായതുണ്ട്. സർവപ്രപഞ്ചത്തിൻ്റെയും ജീവജാലങ്ങളുടെയും വീണ്ടെടുപ്പാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം വീണ് കിടക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നാം നശിക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ദൈവത്തിന്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടലിലൂടെയാണ്. നാം ജാഗ്രത പാലിക്കണം, സൂക്ഷ്മതയുള്ളവരാകണം. സമൂഹത്തിന്റെ പോക്കിനെ കുറിച്ചും സൂക്ഷ്മതയുള്ളവരാകണം. ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ സംഭവത്തിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കണം. ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത പാഠങ്ങൾ പഠിക്കുന്നില്ല. കണ്ടിട്ടും കൊണ്ടിട്ടും അനുഭവിച്ചിട്ടും പാഠങ്ങൾ പഠിക്കുന്നില്ല. തെറ്റുകുറ്റങ്ങൾ പിന്നെയും ആവർത്തിക്കുന്നു. കുത്തഴിഞ്ഞ ജീവിതം പിന്നെയും ആവർത്തിക്കുന്നു. തകർച്ചയിലേക്ക് പോകുന്നു. നാം ജാഗ്രതയുള്ളവരായിരിക്കണം. മിരിയാമിനെ പോലെ. മിരിയാം ധൈര്യവതിയായ ഒരു പെൺകുട്ടിയായിരുന്നു. രാജാവിന്റെ മകളോട് കുട്ടിയെ വളർത്താൻ ഒരാളെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ധൈര്യപൂർവ്വം അവൾ ചോദിക്കുകയാണ്. ഷി വാസ് കറേജിയസ്. ധൈര്യത്തോടെ അവൾ ചോദിക്കുകയാണ്. ചില കാര്യങ്ങൾ ധൈര്യപൂർവ്വം നാം നിവർത്തിക്കണം. തിന്മയ്ക്കെതിരെ പോരാടുവാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം. നോ കോംപ്രമൈസ് വിത്ത് ഈവിൾ. തിന്മയുമായി പൊരുത്തപ്പെടുകയല്ല വേണ്ടത്. തിന്മയ്ക്കുമായി പോരാട്ടം നടത്തുവാൻ മുന്നോട്ട് വരണം. അതുപോലെ ഞാങ്ങണ പെട്ടകത്തെ അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടകത്തിന്റെ പ്രതിസന്ധിയെപ്പറ്റി അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ തന്നാലായത് അവൾ സഹായിക്കുകയാണ്. ഈ ലോകത്തിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നമ്മാലാകുന്നത് നമ്മളും ചെയ്യണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മുറിവുകൾ കരിക്കാൻ, ആത്മാക്കൾക്ക് ആശ്വാസം കൊടുക്കാൻ, സാന്ത്വനം കൊടുക്കാൻ നമ്മൾ ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം. മുറിവുകളെ കരിക്കുവാൻ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥനാപൂർവം, ദൈവാശ്രയത്തോടെ മുറിവുകൾ കരിക്കുന്നവരാകണം. ആത്മാക്കളുടെ മുറിവുകൾ നാം മുറിവുകൾ കരിക്കുന്നവരാകണം. മുറിവുകൾ വർദ്ധിപ്പിക്കുന്നവരാകരുത്. പ്രതിസന്ധികൾ പരിഹരിക്കാൻ, അത് വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ഇടവക ജീവിതത്തിലാകട്ടെ, സഭാരംഗങ്ങളിലാകട്ടെ, സാമൂഹിക രംഗങ്ങളിലാകട്ടെ, പ്രാപഞ്ചിക മേഖലകളിലാകട്ടെ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ നമ്മളെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഇംഗ്ലീഷിലൊരു ശൈലിയുണ്ട്, കോപ്പിംഗ് വിത്ത് ക്രൈസിസ്. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട്, മുറിവുകളെ വെച്ചുകെട്ടാൻ ശ്രമിച്ചുകൊണ്ട് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നാം യത്നിക്കണം. മുറിവുകൾ കരിക്കുകയാണ് വേണ്ടത്. She tried to solve the problem. Don't create problems. Try to solve the problems. Try to solve the crisis. Crisis management ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മീയ ശക്തി നാം ആർജിക്കണം. ആധ്യാത്മിക സിദ്ധികളിലൂടെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ നാം ശ്രമിക്കണം. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മൾ ചെയ്യാവുന്ന നാം ചെയ്യണം.
ബാക്കി ദൈവം തമ്പുരാന്റെ കൃപയ്ക്കായിട്ട് സമർപ്പിക്കണം. അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി മിരിയാം സ്ത്രീകളെ സംഘടിപ്പിച്ചു. മറ്റുള്ളവരെ നന്മയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി, ദൈവാരാധനയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മിരിയാം പരമാവധി എത്തിച്ചു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-ാം വാക്യം. അഹറോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ പിന്നാലെ ചെന്നു. അവൾ പ്രവാചകിയായിരുന്നു. അവൾ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. യഹൂദാരാധനയിൽ നേരിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന, ആരാധന ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്ന വാദ്യഘോഷങ്ങളാണ് തപ്പും കിന്നരവും ഒക്കെ. അത് പെരുമ്പറയോ ബഹളോ ഒച്ചപ്പാടോ ഉണ്ടാക്കുന്നതല്ല. സമൂഹാരാധന ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നേരിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന വാദ്യഘോഷങ്ങളാണ് തപ്പും കിന്നരവും. അവ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച്, സ്ത്രീകളെ സംഘടിപ്പിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ് മിരിയാം. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി, മുൻഗണന ദൈവാരാധനയ്ക്കാണ്. ബാക്കിയെല്ലാം രണ്ടാമതാണ് പ്രിയപ്പെട്ടവരെ. യഹോവയ്ക്ക് പാട്ടുപാടി സ്തുതി കരേറ്റുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തി. നമ്മുടെ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ ആനന്ദം ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുമ്പോഴാണ്. മിരിയാം ഇന്നത്തെ തലമുറയ്ക്കൊരു പാഠമാണ്. ചില ബലഹീനതകൾ, പരാജയങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിട്ടുണ്ട്, ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിനായി സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിൽ, ചെങ്കടൽ കടന്നപ്പോൾ ദൈവത്തിന്റെ കരുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ധൈര്യപൂർവം പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിൽ ഒക്കെ അവൾ മുന്നിട്ട് നിന്നു. അതിനാൽ മിരിയാമിന്റെ പാട്ട് ദൈവത്തിന്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടുക എന്ന സന്ദേശം നൽകുന്നു. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടുക. മൂന്നാമത്, പഴയ നിയമത്തിൽ മറ്റൊരു പാട്ട് കാണുന്നുണ്ട്. അമാലേക്കിനോടുള്ള യുദ്ധത്തിന്റെ പാട്ട്. അമാലേക്കിനോടുള്ള യുദ്ധത്തിന്റെ പാട്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം. യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഇവിടെ അവൻ എന്ന് പറഞ്ഞ മോശയെ കുറിച്ചാണ്. ഇസ്രയേലിലും അമാലേക്കിലും തമ്മിൽ നിരന്തര ശത്രുത്വമുണ്ട്. നന്മ തിന്മകൾ തമ്മിൽ നിരന്തര പോരാട്ടമുണ്ട്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്ട്രഗിൾ അഗൻസ്റ്റ് ഈവിൾ. നന്മ തിന്മകളുമായി നിരന്തര ശത്രുത്വമുണ്ട്, നിരന്തര പോരാട്ടമുണ്ട്. ജീവിതം ഒരർത്ഥത്തിൽ ഒരു പോരാട്ടമാണ്. തിന്മയോട് പോരാടി നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ പറ്റുമ്പോൾ സെല്ലുകൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കും. രക്താണുക്കൾ തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കും. ചില രക്താണുക്കളെ മറ്റു ചില രക്താണുക്കൾ യുദ്ധത്തിൽ തോൽപ്പിക്കും. അങ്ങനെ തോൽപ്പിക്കപ്പെട്ട രക്താണുക്കളുടെ ശവശരീരങ്ങളാണ് മുറിവിലെ പഴുപ്പെന്ന് പറയുന്നത്. പോരാട്ടത്തിൽ തോൽപ്പിക്കപ്പെട്ട രക്താണുക്കളുടെ ശവശരീരങ്ങളാണ് പഴുപ്പെന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് മാത്രം. നമ്മുടെ ജീവിതത്തിൽ നന്മ തിന്മകളുടെ നിരന്തര പോരാട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ. നന്മ തിന്മകളുടെ പോരാട്ടത്തിൽ നന്മ തെരഞ്ഞെടുക്കുക, നന്മയുടെ പര്യായങ്ങളാ ജീവിക്കുക, തിന്മയെ തോൽപ്പിക്കുക. എല്ലാ തിന്മയുടെ ശക്തികളെയും തോൽപ്പിക്കണം. പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. ആകൽക്കർസായുടെ ആക്രമണത്തിനെതിരെ ജാഗ്രതയുള്ളവരാകും. ആകൽക്കർസ എന്ന വാക്കിന് നിങ്ങൾക്കറിയാം.
ഓക്കേൽ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ഭക്ഷിച്ചു എന്നാണ്. കർസോ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ശരീരമെന്നാണ്. ശരീരത്തെ ഭക്ഷിക്കുന്നവനാണ് ആകൽ കർസ, ശരീരത്തെ പ്രലോഭിപ്പിക്കുന്നവനാണ് ആകൽ കർസ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രലോഭനം എപ്പോഴും ഉണ്ട്. ദുഷ്ടശക്തികളുടെ പ്രലോഭനം എപ്പോഴുമുണ്ട്. ആത്മീയ ശക്തിയാൽ ദുഷ്ടശക്തികളെ തോൽപ്പിക്കാൻ കഴിയണം. പ്രലോഭനത്തിൽ വിജയിക്കുവാൻ കഴിയണം. ഓരോ നിമിഷവും പ്രലോഭനങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ തോൽപ്പിക്കാൻ. ഓവർ ടൈം ചെയ്താൽ കൂടുതൽ കൂലി കിട്ടൂല്ലേ? നമ്മൾ മടിയന്മാരായിരിക്കുക, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നില്ല, ക്രിസ്തീയ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നില്ല, നമുക്ക് മടിയാ. എന്നാൽ പിശാച് നമ്മെ തോൽപ്പിക്കാൻ, നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തുവാൻ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് നാം തിരിച്ചറിയണം. പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രതയുള്ളവരാണ്. ബൈബിൾ പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ശാരീരിക അനുഷ്ഠാനങ്ങളും ആത്മീയ കർമ്മങ്ങളുമൊക്കെ പിശാചിനെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങളാണ്. ദൈവവചനം അതിനുള്ള ആയുധമാണ്. നമുക്കെതിരെ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിശാചിനെ തോൽപ്പിക്കാൻ നമ്മുടെ ചിട്ടകൾ, നിഷ്ഠകൾ, ആധ്യാത്മിക സിദ്ധികൾ ഉപയോഗപ്പെടുത്തണം. നന്മതിന്മകളുടെ പോരാട്ടത്തിൽ നന്മ തിരഞ്ഞെടുക്കണം. നന്മയുടെ പര്യായങ്ങളാ ജീവിക്കണം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? തിന്മയുടെ അടിമകളാകാത്ത അവസ്ഥയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. തിന്മയുടെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പരപ്രേരണയോ നിർബന്ധമോ കൂടാതെ സ്വന്തം ഇച്ഛാശക്തിയാൽ നന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സ്വതന്ത്രൻ. നന്മയുടെ വലിപ്പം നന്മയ്ക്കു വേണ്ടി സഹിക്കുന്ന ത്യാഗത്തിന്റെ വലിപ്പമാണ്. ത്യാഗജീവിതത്തിലൂടെ നന്മയുടെ പര്യായങ്ങൾ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നാം കുരിശിന്റെ ശിക്ഷണത്തിന് വിധേയരാകണം. കുരിശിന്റെ ശിക്ഷണം, ദ ഡിസിപ്ലിൻ ഓഫ് ദ ക്രോസ്. കുരിശിന്റെ ശിക്ഷണം, കർത്താവിന്റെ മാതൃക. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും ദൈവവചനം ചൊല്ലിക്കൊടുക്കായിരുന്നു കർത്താവ്. ജനങ്ങൾ കേറ്റിയല്ല. ക്രൂശിൽ വേദന സഹിച്ചുകൊണ്ട് 22-ാം സങ്കീർത്തനം ചൊല്ലിക്കൊടുക്കായിരുന്നു കർത്താവ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 22-ാം സങ്കീർത്തനം 1-ാം വാക്യം. അതുകൊണ്ട് പൈശാചിക ശക്തികളെ തോൽപ്പിക്കേണ്ടത് കുരിശിന്റെ ശിക്ഷണത്തിന് വിധേയരായിക്കൊണ്ടാണ്. ഓരോ നിമിഷവും തീരുമാനമെടുക്കേണ്ട നിമിഷങ്ങളാണ്. പ്രലോഭനങ്ങൾക്കെതിരെ സൂക്ഷ്മത ഉണ്ടാകണം. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങിയ യോന പടിപടിയായി അധപതിക്കുകയാണ്, പടിപടിയായി താഴോട്ട് പോകുകയാണ്. ഇങ്ങനെ ദുസ്വഭാവങ്ങളിൽ പടിപടിയായി അധപ്പതിക്കുന്ന മനുഷ്യരുമുണ്ട്. പടിപടിയായി ഉയരണം പ്രിയപ്പെട്ടവരെ. നന്മകൾ വഴി, വിശുദ്ധി വഴി, ആരാധനാ ജീവിതം വഴി, പ്രാർത്ഥനാ അനുഭവം വഴി പടിപടിയായി ഉയരണം. പടിപടിയായി താണു പോകരുത്. യോഹന്നാൻ സ്നാപകൻ പടിപടിയായി ഉയർന്നു. മരുഭൂമിയിലെ ശിക്ഷണം, കുരിശിലെ ശിക്ഷണം മരുഭൂമിയിലെ ശിക്ഷണം കൂടിയാണ്. ഭക്ഷണത്തിൽ നിയന്ത്രണം, കാട്ടുകനികൾ ഭക്ഷിച്ച്
അല്പം ജലപാനം നടത്തി ലാളിത്യത്തിന്റെ ജീവിതശൈലി സ്വീകരിച്ചു യോഹന്നാൻ സ്നാപകൻ. പടിപടിയാ ഉയർന്നു. അങ്ങനെയാണ് തിന്മയ്ക്കെതിരെ പോരാടാൻ ശക്തി ആർജിച്ചത്. രാജാവിന് പോലും എതിരായിട്ട് തന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, രാജാവിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാട്ടി. അതുകൊണ്ടാണ് പടിപടിയായി ഉയർന്നവർക്ക് ആത്മീയ ധൈര്യം ലഭിക്കുകയുള്ളൂ. നമ്മിൽ നിന്ന് നന്മയുടെ അടിത്തറകൾ ചോർന്നു പോകാതിരിക്കട്ടെ. ധാർമ്മികതയുടെ അടിത്തറ ചോർന്നു പോകാതിരിക്കട്ടെ. ആത്മശിക്ഷണം നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അമാലേക്യരുമായുള്ള യുദ്ധത്തിന്റെ പാട്ട്, നന്മതിന്മകൾക്കെതിരെ ജാഗ്രതയുള്ളവരാകണം. തിന്മയുടെ പോരാട്ടത്തിൽ നന്മ തിരഞ്ഞെടുക്കണം. ധാർമ്മികതയുടെയും നന്മയുടെയും അടിസ്ഥാനമുണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പാട്ടാണ് 4-ാമത്തെ പാട്ട്, നിയമപെട്ടകം വഹിച്ചുകൊണ്ടുള്ള പാട്ട്. പഴയമത്തിലെ മറ്റൊരു പാട്ടാണ് നിയമപെട്ടകം വഹിച്ചുകൊണ്ടുള്ള പാട്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 35-36 വാക്യങ്ങൾ. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവർ, യഹോവേ അനേകായിരമായ ഇസ്രയേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. നിയമപെട്ടകം യുദ്ധത്തിന് കൊണ്ടുപോകുമ്പോൾ പാടുന്ന പാട്ടാണിത്. അതിന്റെ സന്ദേശം ഇതാണ്: ദൈവവചനം കൊണ്ട് ഏത് പോരാട്ടത്തിലും വിജയം പ്രാപിക്കാം. തിരുവചനം മൂലം സ്വസ്ഥത ലഭിക്കുന്നു, ആശ്വാസം ലഭിക്കുന്നു, പ്രത്യാശ ലഭിക്കുന്നു. നമുക്കിന്ന് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. ആശ്വാസം, സാന്ത്വനം, ധൈര്യം, പ്രത്യാശ, സ്ഥിരത. ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ സ്ഥിരതയുള്ള ആത്മാവിനെ തരണമേ. സ്ഥിരത, സുഖദുഃഖങ്ങളിൽ സ്ഥിരത, പ്രയാസങ്ങളിലും സുഖാനുഭവത്തിലും ദൈവവുമായുള്ള ദൃഢമായ ബന്ധം, ദൈവവുമായുള്ള ബന്ധത്തിൽ സ്ഥിരത. അസ്ഥിരതയാകരുത്, സ്ഥിരത. ഒരു കെട്ടിടം ബലപ്പെടണമെങ്കിൽ ഫൗണ്ടേഷൻ ശരിയാകണം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ ശരിയായ ഫൗണ്ടേഷൻ വേണം, ശരിയായ അടിത്തറ വേണം, ശരിയായ അടിസ്ഥാനം വേണം. തിരുവചനം മൂലം സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും ലഭിക്കുന്നു. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ചില കുഴികൾ വീണുപോകുന്ന മനുഷ്യ, തിരുവചനം നിന്നെ വിടുവിക്കും. ചില പാപാവസ്ഥകളുടെ കുഴിയിൽ വീണുപോകുന്ന മനുഷ്യ, രക്ഷപ്പെടാൻ പഴുതില്ലാതെ വിലപിക്കുന്ന മനുഷ്യ, ദൈവവചനം നിന്നെ വിടുവിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കൃപയുടെ വചനത്തിൽ ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, പരിമല തിരുമേനി ഉൾപ്പെടെയുള്ള സഭാപിതാക്കന്മാർ കൃപയുടെ വചനത്തിൽ നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. എഫേസ്യർ 6-ാം അധ്യായം 17-ാം വാക്യം, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. പോരാടാനുള്ള ആയുധമാണ് രക്ഷയെന്ന ശിരസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ.
എബ്രായ ലേഖനം 9-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. രണ്ടാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹറോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അവിടെ സന്ദേശം ഇതാണ്: ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ പാലിക്കണം. ആരാധനയുടെ ചട്ടവട്ടങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, സ്പിരിച്വൽ കോഡ് ഓഫ് കോണ്ടക്ട്, ആരാധനയുടെ ആധ്യാത്മിക പെരുമാറ്റ ചട്ടങ്ങൾ പാലിക്കുന്നവരാകണം. വീണ്ടും നാം കാണുന്നു എബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായം 15-ാം വാക്യം: അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനത്രയെന്നാണ്. ക്രിസ്തു വചനത്താൽ പിശാചിനെ തോൽപ്പിച്ചതുപോലെ നാമും വചനത്താൽ, ആരാധനയിലൂടെ, നിഷ്ഠകളിലൂടെ പൈശാചിക ശക്തികളെ തോൽപ്പിക്കുന്നവരാകണം. ദൈവവചനമാവുന്ന ആയുധം കൊണ്ട് ഏത് പോരാട്ടത്തിലും വിജയം പ്രാപിക്കാം. പെരുമാറ്റ ചട്ടങ്ങൾ, നിയമങ്ങൾ പാലിക്കുന്നത് വഴി, ആരാധനയുടെ നിയമങ്ങൾ പാലിക്കുന്നത് വഴി, ആത്മീയജീവിതത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നത് വഴി, വ്യക്തിജീവിതത്തിന്റെ വൈശിഷ്ട്യവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നത് വഴി തിന്മയെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. വിശുദ്ധിയാണ് ഏറ്റവും വലിയ സ്വത്ത്, പ്രിയപ്പെട്ടവരെ. അതിന് പകരം വെക്കുവാൻ മറ്റൊന്നില്ല. ദൈവവചനവും വിശുദ്ധ ജീവിതവുമാണ് ഏറ്റവും വലിയ ആയുധം. ബൈബിളിലെ 5-ാമത്തെ പാട്ടിലേക്ക് കടക്കുകയാണ്. കനാൻ യാത്രയിലെ പാട്ട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 14-15 വാക്യങ്ങൾ. കനാൻ യാത്രയിലെ പാട്ട്. ഇസ്രായേലിയർ കനാനിലേക്ക് പോകുന്ന സമയത്ത് കടന്നുപോയ സ്ഥലങ്ങളുടെ പേരുകൾ പദ്യരൂപത്തിൽ വർണ്ണിക്കുന്നതാണ് ഈ ഭാഗം. സൂഫയിലെ വാഹേബും അർണോൻ താഴ്വരകളും ആരിന്റെ നിവാസത്തോളം നീണ്ടും മോവാബിന്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ്. പല സ്ഥലങ്ങളെയും പേര് ചൊല്ലി വർണ്ണിക്കുകയാണ്. കനാൻ യാത്രയിൽ ആ പോയ സ്ഥലങ്ങൾ നിരീക്ഷിക്കുകയാണ്, അതിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ? നിത്യജീവന്റെ സന്ദേശം ഗ്രഹിക്കുക. വാഗ്ദത്ത ദേശത്തിന്റെ മനോഹാരിത ദർശിക്കുക. കനാൻ വാഗ്ദത്ത ദേശമാണ്. അതിന്റെ മനോഹാരിത ദർശിക്കാൻ കഴിയണം. അത് അവകാശമാക്കുവാൻ കഴിയുമെന്ന പ്രത്യാശ ഉണ്ടാക്കണം. വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ എനിക്ക് കഴിയും. അതുപോലെ വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ പ്രയത്നിക്കണം. എന്താണ് നിത്യജീവന്റെ സന്ദേശം? ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. വാഗ്ദത്ത ദേശത്തിന്റെ മനോഹാരിത ദർശിക്കുക, വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ കഴിയുമെന്ന പ്രത്യാശ ഉണ്ടായിരിക്കുക, വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ പ്രയത്നിക്കുക. ഈ ലോകത്തെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചുമുള്ള പ്രത്യാശ ഉണ്ടാകണം. വാഗ്ദത്ത ദേശം എത്ര മനോഹരം! ഞാൻ സിയോൻ സഞ്ചാരിയാണല്ലോ. സിയോൻ സഞ്ചാരിക്ക് വാഗ്ദത്ത ദേശം വളരെ മനോഹരം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, രുചിച്ചറിഞ്ഞുകൊണ്ട്, ദർശിച്ചുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചും പ്രത്യാശയുള്ളവരാകണം. വാഗ്ദത്ത ദേശത്തിന്റെ മനോഹാരിത ദർശിക്കുക. 6-ാമത്, പുതിയ നിയമത്തിൽ
കാണുന്ന ഒരു പാട്ടിനെ കൂട്ടി പരാമർശിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ കാണുന്ന ഒരു പാട്ട്, പുതിയ നിയമത്തിൽ കാണുന്ന പാട്ട് മറിയാമിൻ്റെ പാട്ടാണ്. പുതിയ നിയമത്തിലെ പാട്ട് അതിനൊരു പ്രത്യേക പേര് പറയും, മാഗ്നിഫിക്കാറ്റ് എന്ന് പറയും. മാഗ്നിഫിക്കാറ്റ് മറിയാമിൻ്റെ പാട്ടിന് വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കാറ്റ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളാണ് മറിയാമിൻ്റെ പാട്ട്. നിങ്ങൾ ഭവനങ്ങളിൽ പോയി ആ പാട്ടൊന്ന് പാടിക്കൊള്ളണം. ലോകത്തിലേക്കും ഏറ്റവും വലിയ വിപ്ലവ ഗീതമാണിത്. ഏറ്റവും വലിയ വിപ്ലവ ഗീതം. ദൈവം തമ്പുരാൻ എന്ത് പ്രവർത്തിച്ചിരിക്കുന്നു, മറിയാമെന്ന വ്യക്തിയിൽ ദൈവം തമ്പുരാൻ എന്ത് പ്രവർത്തിച്ചിരിക്കുന്നു. മറിയാം തിരുവെഴുത്തുകളെ അറിഞ്ഞു, ധ്യാനിച്ചു, തിരുവെഴുത്തുകൾ പ്രവർത്തിച്ചു. തിരുവെഴുത്തുകളെ അറിഞ്ഞു. നാം തിരുവെഴുത്തുകളെ അറിയണം. എല്ലാ ദിവസവും വിശുദ്ധ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കണം. അതിൽ വീഴ്ച വരുത്തരുത്. നമ്മുടെ ഭവനത്തിൽ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണം ബൈബിൾ വാക്യങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയിപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ വായിച്ച ഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന്, ഗുണപാഠങ്ങൾ എന്താണെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ഒരിക്കലും മറന്നു പോകയില്ല. അവർ പറയാത്ത നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടക്കണം. മറിയാം തിരുവെഴുത്തുകളെ അറിഞ്ഞു, തിരുവെഴുത്തുകളെ ധ്യാനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ജീവിതം ക്രമീകരിച്ചു. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവിക ശക്തി, ദൈവിക പ്രവർത്തനങ്ങൾ ഇവ മറിയാം നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. ആ മറിയാമിൻ്റെ പാട്ട് വായിച്ചാൽ അറിയാം. ദൈവത്തിൻ്റെ സ്വഭാവം ഒംനിപൊട്ടന്റ്, ഒംനീഷ്യന്റ്, ഒംനിപ്രസന്റ്, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവേശ്വരനായ ദൈവം, സകലത്തിൻ്റെ നിയന്താവ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറിയാം ധ്യാനിച്ചു, തിരുവെഴുത്തുകൾ അറിഞ്ഞു, അതിന് പ്രകാരം ജീവിതം ക്രമീകരിച്ചു, തിരുവെഴുത്തുകൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിർവഹിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉദാത്തമായ ദർശനങ്ങൾ മറിയാമിൻ്റെ പാട്ടിലുണ്ട്. ദൈവഭരണത്തിന്, ദൈവനിയോഗത്തിന് വിധേയപ്പെട്ട ജീവിതാനുഭവമാണ് ദൈവരാജ്യാനുഭവം. മറിയാമിന് ലഭിച്ച ഭാഗ്യ അവസ്ഥയെക്കുറിച്ച് താൻ ബോധവതിയായിരുന്നു. എന്നിട്ടും അഹങ്കരിച്ചില്ല. ആത്മപ്രശംസ ഒട്ടുമില്ലാത്ത വ്യക്തിയായിരുന്നു മറിയാം. ആത്മപ്രശംസ ഒട്ടുമില്ലായിരുന്നു. തൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് അറിയാമായിരുന്നു. തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്നുള്ള കാര്യം തനിക്ക് ബോധമുണ്ടായിരുന്നു. തൻ്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തി. തൻ്റെ ഉള്ളത്തിൽ തിരുവചനങ്ങൾ ധ്യാനിച്ചു. മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെയാണ് സമാധാനം ലഭിക്കേണ്ടത്, ആശ്വാസം ലഭിക്കേണ്ടത്, വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ദൈവവചനം ധ്യാനിച്ചുകൊണ്ടായി. ദൈവരാജ്യത്തിൻ്റെ ഉദാത്തമായ ദർശനങ്ങൾ ഈ ഭാഗത്ത് നാം കാണുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുതകൾക്ക് ഏറ്റവും വലിയ സാക്ഷ്യം നിർവഹിച്ചത് കന്യകമറിയാമാണ്. സുവിശേഷകർത്താക്കൾക്കും ഈ ലോകത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, ലോകരക്ഷിതാവിനെ കുറിച്ചുള്ള വാർത്തകൾ ലഭ്യമായത് പ്രധാനമായും മറിയാമിലൂടെയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വസ്തുതകൾക്ക് പ്രഥമവും പ്രധാനവുമായ സാക്ഷ്യം നിർവഹിച്ചു ദൈവമാതാവ്. The first
and the most important, unique role of Saint Mary, Mother of God. ഇത്രമായ ശ്രേഷ്ഠമായ അവസ്ഥയിലും താൻ അഹങ്കരിച്ചില്ല. ആത്മപ്രശംസ ഒട്ടുമില്ലായിരുന്നു. താൻ രണ്ടാം ഹവ്വായാണെന്നുള്ള ആ ദൈവിക വെളിപാട് തൻ്റെ ഉള്ളിൽ ധ്യാനിച്ചു, നിറഞ്ഞു നിന്നു. സഭ അത് കീർത്തിക്കുന്നു. രണ്ടാം ഹവ്വ. ഒന്നാം ഹവ്വ വീഴ്ചയ്ക്കുള്ള ഉപാധിയായി. രണ്ടാം ഹവ്വ രക്ഷയ്ക്കുള്ള ഉപാധിയായി. തന്റെ അനുസരണക്കേട് മൂലം, പാപത്തിന് അടിമപ്പെട്ടത് മൂലം, അഹങ്കാര മനസ്സ് മൂലം ഹവ്വ വീഴ്ചയ്ക്കുള്ള ഉപാധിയായി. നാം വീഴ്ചയ്ക്കുള്ള ഉപാധികളാകരുത്, രക്ഷയ്ക്കുള്ള ഉപാധികളാകണം. നാം മൂലം നമ്മുടെ കുടുംബത്തിന് രക്ഷയുണ്ടാകണം. നാം മൂലം നമ്മുടെ ഇടവകയ്ക്ക് രക്ഷയുണ്ടാകണം. നമ്മുടെ നാടിന് രക്ഷയുണ്ടാകണം. ഈ പ്രപഞ്ചത്തിന് രക്ഷയുണ്ടാകണം. We are called to be a blessing for the whole creation. സർവ സൃഷ്ടിക്കും അനുഗ്രഹമായി തീരണം നമ്മുടെ സാന്നിധ്യം. മറിയാം രക്ഷയ്ക്കുള്ള ഉപാധിയായി, ഹവ്വ വീഴ്ചയ്ക്കുള്ള ഉപാധിയായി. നാം പലപ്പോഴും വീണുപോകുന്നു, ആത്മബലമില്ലാതെ വീണുപോകുന്നു. മറിയാമിനെ പോലെ രക്ഷയ്ക്കുള്ള ഉപാധികൾ ആകണമെങ്കിൽ അതിന് വിശുദ്ധ ജീവിതം ആവശ്യമാണ്, നിർമ്മല ഹൃദയം ആവശ്യമാണ്, വിനയം ആവശ്യമാണ്, രൂപാന്തരം ആവശ്യമാണ്, ദൈവീകരണം ആവശ്യമാണ്, ദൈവ സാദൃശ്യത്തിലുള്ള നിരന്തരമായ വളർച്ച ആവശ്യമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് മാതാവ് പറയുന്നത്. യജമാനത്വ ഭാവമല്ല, ദാസരൂപമാണ്, ദാസഭാവമാണ്. നമ്മിലുള്ള ഭാവം അത് ഈഗോയിസ്റ്റിക് ആകരുത്, ഞാനെന്ന ഭാവമരുത്, അഹങ്കാരമരുത്. അഹങ്കാരമുള്ളിടത്ത് നാശമുണ്ട്. നമുക്ക് ലഭിച്ച കാര്യങ്ങൾ അഹങ്കരിക്കരുത്. ആരോഗ്യം, സൗന്ദര്യം, കുടുംബമഹിമ, ധനം, കഴിവുകൾ, അറിവ്, ലോകപ്രകാരമുള്ള പ്രശസ്തി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വർദ്ധിക്കും തോറും കൂടുതൽ വിനയപ്പെടണം. അഹങ്കാരഭാവം ഉണ്ടാകരുത്, വിനയഭാവം ഉണ്ടാകണം. യജമാനത്വമല്ല, ദാസരൂപം. കർത്താവായ യേശു ക്രിസ്തു നാം കാണുന്ന ഏറ്റവും മഹത്തായ സ്വഭാവമാണല്ലോ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, സ്വയം വെറുമയാക്കി. നമ്മുടെ അനുഭവം അതായിരിക്കട്ടെ, സ്വയം വെറുമയാക്കി, സ്വയം താഴ്ത്തുന്ന അനുഭവം. ഹ്യൂമിലിറ്റി, വിനയമാണ് ഏറ്റവും വലിയ സ്വഭാവം. ഹ്യൂമസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഹ്യൂമിലിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത്. ഹ്യൂമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്ന്. ഭൂമിയോളം ക്ഷമ, ഭൂമിയോളം താഴ്മ. നമ്മൾ എന്തുമാത്രം ഭാരം വയ്ക്കുന്നു ഭൂമിയിൽ, ചവിട്ടുന്നു, കിളയ്ക്കുന്നു. ഭൂമി പ്രതിഷേധിക്കുന്നുണ്ടോ നമ്മോട്? ഇല്ല. ഭൂമിയോളം ക്ഷമ, ഭൂമിയോളം താഴ്മ. കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാ ദാസരൂപം എടുത്തു. ആ ദാസരൂപം കൊണ്ടാണ് നാം ആത്മാക്കളെ എഴുന്നേൽപ്പിക്കേണ്ടത്. നാം കുനിയുമ്പോൾ ലോകം എഴുന്നേൽക്കണം, വീണുകിടക്കുന്നവൻ എഴുന്നേൽക്കണം, പാപി രക്ഷിക്കപ്പെടണം, പാപി വീണ്ടെടുക്കപ്പെടണം, പാപി മാനസാന്തരപ്പെടണം. പാപി മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം നാം കുനിയണം, നാം കുമ്പിടണം, നാം മുട്ടുകുത്തണം, നാം ഭൂമിയിൽ തലകുനിക്കണം.
ഭൂമിയോളം ക്ഷമിക്കണം, ഭൂമിയോളം സഹിക്കണം. ആത്മാക്കൾ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം നാം താഴണം, നാം കുനിയണം. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവ ഗീതമാണ് മറിയാമിന്റെ പാട്ട്, മാഗ്നിഫിക്കാറ്റ്. എന്താണ് അവിടെ പറയുന്നത്? താണവരെ ഉയർത്തിയിരിക്കുന്നു, അഹങ്കാരികളെ ചിതറിച്ചിരിക്കുന്നു. ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം അഹങ്കാരികൾ ചിതറിക്കപ്പെടുന്ന അനുഭവം. ക്രൂരതയോടെ, അഹങ്കാര മനസ്സോടെ രാഷ്ട്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിലെ ശക്തനായ ഒരു ക്യാബിനറ്റ് മന്ത്രി, റെയിൽവേ മന്ത്രിയായിരുന്ന ആള്, പല പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ആള് 10 ദിവസം മുമ്പ് ജയിലിൽ പിടിച്ചിടപ്പെട്ടു, ജയിലിൽ കിടക്കായിരുന്നു. തെറ്റിന് കൂട്ടു നിൽക്കുന്നവർ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, തട്ടിപ്പും വെട്ടിപ്പും ദൈവം കണ്ടുപിടിക്കും. വളഞ്ഞ മാർഗത്തിലൂടെ, തട്ടിപ്പിലൂടെ, വെട്ടിപ്പിലൂടെ എന്തു നേടിയാലും ശാശ്വതമല്ല. ക്രിസ്തുവിന്റെ അനുയായികൾ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടു നിൽക്കരുത്. കരങ്ങൾ ശുദ്ധമാകണം, ഹൃദയം ശുദ്ധമാകണം, മനസാക്ഷി ശുദ്ധമാകണം. വളഞ്ഞ മാർഗത്തിൽ കൂടി നേടുവാനിടയാകരുത്. അവൻ താണവരെ ഉയർത്തിയിരിക്കുന്നു, അഹങ്കാരികളെ ചേറിച്ചിരിക്കുന്നു. കാരുണ്യമില്ലാതെ, ദൈവസ്നേഹം വ്യാപരിപ്പിക്കാതെ, പല രീതിയിലെല്ലാം കുന്നുകൂട്ടി വെച്ച പല കുടുംബങ്ങളെ എനിക്കറിയാം. പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ച പല കുടുംബങ്ങൾ. മക്കളുടെയും കൊച്ചുമക്കളുടെയും കാലമായപ്പോ കുടിച്ചു കൂത്താടി കുടുംബം നശിപ്പിച്ച് കുളം തോണ്ടിയ പല കുടുംബങ്ങളെ എനിക്കറിയാം. അവനവന്റെ ധർമ്മം നിർവഹിക്കാതെ, ദൈവികമായ ജീവിതം നയിക്കാതെ, ധനസമ്പാദനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചാൽ ശുഭമാകയില്ല. ദൈവം താണവരെ ഉയർത്തിയിരിക്കുന്നു, അഹങ്കാരികളെ ചേറിച്ചിരിക്കുന്നു. ശിശുവിനെയും കൊണ്ട്, യേശുക്കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ വന്ന് മതാചാരങ്ങൾ നിർവഹിച്ച മാതാവ്, അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച മാതാവ്, ആദിമസഭയുടെ കാത്തിരിപ്പിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലും ജാഗരണത്തിലും മഹത്തായ പങ്ക് മാതാവിനുണ്ടായിരുന്നു. ക്രൂശിന്റെ ചുവട്ടിലും മാതാവിനെ നാം കാണുന്നു. സഹനം, ത്യാഗം, വേദന, കഷ്ടാനുഭവം, നിർമ്മല മനസ്സ്, ക്രൂശിന്റെ ചുവട്ടിലെ മാതാവ്, ആ സഹനശക്തി നമുക്കും ഉണ്ടാകട്ടെ. അതുകൊണ്ട് മറിയാമിന്റെ പാട്ട് ബൈബിൾ കാണുന്ന മറ്റൊരു മനോഹരമായ പാട്ടാണ്. ലോകത്തിലെ ഏറ്റവും മഹത്തായ വിപ്ലവ ഗീതം. അതിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. നിർമ്മലതയുടെ, ദൈവരാജ്യ കെട്ടുപണിയുടെ, യഥാർത്ഥ ഭാഗ്യാവസ്ഥയുടെ സന്ദേശം. അഹങ്കാരികളെ ചേറിക്കുകയും താണവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതി. നിർമ്മല മനസ്സിന്റെ ഉയർച്ച. വിശുദ്ധ ജീവിതം നയിച്ചാൽ ഉണ്ടാകുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, ഭാഗ്യാവസ്ഥ. ഈ പാട്ടുകളുടെ ഗുണപാഠങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ വിനയത്തോടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. 13-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാട്. ദൈവമേ, അങ്ങ് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. എന്തെല്ലാം നന്മകൾ ചെയ്തിരിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നില്ല.
ദൈവം ചെയ്ത നന്മകൾ തിരിച്ചറിയാനുള്ള വകതിരിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവിക നടത്തിപ്പ്, ദൈവിക സഹായം, വേദനകൾ കൂടിയുള്ള വീണ്ടെടുപ്പ്, കഷ്ടാനുഭവത്തിൽ കൂടെയുള്ള രക്ഷയുടെ അനുഭവം, അടിയനെ വീണ്ടെടുത്തതിനായി സ്തോത്രം. ഈ നിമിഷം വരെയും വഴി നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. വരാമായിരുന്ന വലിയ നാശങ്ങളിൽ നിന്നും അത്ഭുതകരമായി വിടുവിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, ക്രൂരതയുടെ മുഖങ്ങൾ അലിഞ്ഞു പോകണമേ. ലാമേക്കിന്റെ പാട്ട് പ്രതിനിധാനം ചെയ്യുന്ന കിരാത സംസ്കാരം ഉപേക്ഷിക്കുവാൻ അടിയനിടയാകണമേ. നിയന്ത്രണമില്ലായ്മയുടെ സംസ്കാരം, പ്രതികാര ബുദ്ധിയുടെ സംസ്കാരം, അഹങ്കാരത്തിന്റെ അഭ്യാസങ്ങൾ ഉപേക്ഷിക്കുവാൻ, വിശുദ്ധിയിലും ആരാധനയിലും സൽക്കർമ്മങ്ങളിലും മുന്നേറുവാൻ അടിയനിടയാകണമേ. മിര്യാബിനെ പോലെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുവാൻ, ദൈവത്തെ ആരാധിക്കുന്നതിൽ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ, ധൈര്യത്തോടെ തിന്മയ്ക്കെതിരെ പോരാടുവാൻ, ജാഗ്രതയോടെ ജീവിപ്പാൻ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ തന്നാലാവുന്ന നിവർത്തിക്കുവാൻ അടിയനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത വീണ്ടെടുപ്പിനെ കൊണ്ടാടുവാൻ അടിയനിടയാകണമേ. അമാലേക്കിനുള്ള യുദ്ധത്തിന്റെ പാട്ട്, നന്മതിന്മകളുടെ പോരാട്ടത്തിൽ നന്മ തെരഞ്ഞെടുക്കുവാൻ, എപ്പോഴും നന്മകൾ തെരഞ്ഞെടുക്കുവാൻ, തിന്മകളെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ അടിയനിടയാകണമേ. അടിയന് വിവേകം തരണമേ, തിരിച്ചറിവ് തരണമേ. നിയമവട്ടം കൊണ്ടുള്ള പോരാട്ടത്തിൽ നിയമവട്ടം വഹിച്ചുകൊണ്ടുള്ള പാട്ട് പാടിക്കൊണ്ട് ദൈവവചനം കൊണ്ട് ജീവിത പോരാട്ടങ്ങൾ വിജയിക്കുവാൻ അടിയനിടയാകണമേ. കർത്താവേ, ആധ്യാത്മികമായ പെരുമാറ്റ ചട്ടങ്ങൾ പാലിക്കുവാൻ അടിയനിടയാകണമേ. കനാൻ യാത്രയിലെ പാട്ട് നിത്യമായ ജീവന്റെ സന്ദേശം ഗ്രഹിച്ചുകൊണ്ട് വാഗ്ദത്ത ദേശത്തിന്റെ മനോഹാരിത ദർശിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയനിടയാകണമേ. വാഗ്ദത്ത ദേശം, സ്വർഗീയ കനാൻ അവകാശമാക്കുവാൻ അടിയന് കഴിയും. ആ വിശ്വാസവും പ്രത്യാശയും തരണമേ. വാഗ്ദത്ത ദേശം അവകാശിക്കുവാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുവാൻ നിന്റെ കരങ്ങളുടെ ഉപകരണമായി അടിയനെ വിശുദ്ധീകരിക്കണമേ. മറിയാമിന്റെ പാട്ടിനെ പോലെ വിപ്ലവഗീതം, രൂപാന്തരത്തിന്റെ പാട്ട്, മാറ്റത്തിന്റെ കാറ്റ്, അടിയന്റെ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകണമേ. ദൈവവചനത്തിൽ ആനന്ദിക്കുവാൻ, ആരാധനയിൽ ആനന്ദിക്കുവാൻ, വിശുദ്ധ ജീവിതത്തിൽ ആനന്ദിക്കുവാൻ, സൽക്കർമ്മങ്ങളിൽ ആനന്ദിക്കുവാൻ, ദൈവിക സാക്ഷ്യത്തിൽ ആനന്ദിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ.